രാഘവട്ടം കണ്ടോ? ഇന്നൊരു 4 അടിച്ചിട്ട് ഞാനൊന്ന് പെരുമാറാൻ പോവാ. വന്നിട്ടേ ദിവസം 3 മനുഷ്യനോട് പ്രാന്തെടുത്തു തുടങ്ങി. ഒരു പെങ്ങളുള്ളത് ഇരുട്ടാവുമ്പോ അളിയനെയും കൂട്ടി മുറി കയറി കഥ അടയ്ക്കും. അമ്മയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. വരുന്നവർക്ക് മുഴുവൻ ചേക്കറ ഞങ്ങളുടെ ആ കൊച്ചുമുറി. സാധാരണ മക്കള് ലീവി വരുമ്പോ മറ്റുള്ളവർ ഒഴിഞ്ഞു കൊടുക്കും. ഇവിടെ അതല്ല, സ്നേഹിച്ച് കൊല്ലുകയല്ലേ. എന്റെ ബലമായ സംശയം ഇനി ആരെങ്കിലും വന്നാൽ എന്നെ ഉണ്ണി ഇറക്കി തൊഴുത്തി കിടത്തുവന്ന. ഓ പിന്നെ ഇറങ്ങി കിടക്കാം. ഇനി ഇങ്ങ് വരട്ടെ. സ്വയംഭം സാധനം. ഒരു കുപ്പിയെ കൊണ്ടുവന്നുള്ളൂ? ഇല്ല, ഒരു കപ്പിൽ നിറച്ച് പുറകെ വന്നിട്ട്. അല്ല ഇതേ തേനാണ്. അയ്യോ വേണ്ട, അറിഞ്ഞിരിക്കട്ടെ. ഇന്നലെ കുടിച്ചല്ല. ശരി മാളൂട്ടി ഇത് ആരോടും പറയരുതേ. മോൾക്കച്ചൻ മിഠായി, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് ഒക്കെ വാങ്ങി തരും. പറയോ? അച്ഛന്റെ മോള് തന്നെ. കയ്യൊന്നും വേണപ്പോ. എന്തോന്നാ? എന്തുവാ ഇത്? അവിടെ ഇരുന്ന് കുടിക്കുക. കുടിക്കുന്നോ? എന്ത് കുപ്പിന്ന്? ഇവിടെ വാടാ. പൊളിച്ച് കളിക്കുന്നോ? ഇവിടെ വാടാ. വിളിക്കണേ. ഒരാളല്ല രണ്ടും. ഇത്തിരി വിട്ട് നിന്നാ മതി. ഇവിടെ വരാൻ. അതൊരു പ്രത്യേകതരം വാഴയാ. 6ാം മാസത്തിൽ കായ്ക്കണതാ. ഞാൻ നട്ടതാ. ഇങ്ങോട്ട് പാടാ. വാ. നാട്ടല്ലേ എന്താ വരുന്നത് അവിടെ? എവിടെ? എടാ കുളത്തിന്റെ അവിടെ എന്താ വരുന്നത്? എടാ രാഘവാ, ഇവിടെ വന്നേ. ഇങ്ങോട്ട് നീങ്ങി നിക്കടാ. എന്താ വരുന്നത് അവിടെ? എടാ കുളത്തിന്റെ അവിടെ എന്താ വരുന്നെന്ന്? പരൽമീന്. ഉണ്ണിക്ക് പരൽമീനെ കാണണമെന്ന് പറഞ്ഞുള്ള ഒരു പരിപാടി അവിടെ. ഇതൊന്ന് ഊതിക്കേ. ഊതടാ. എടാ രാഘവാ, ഇവിടെ വാടാ. ഞാൻ പറയാതെ പോന്നോ? ഇവിടെ വന്ന് നിക്കടാ. ഇവിടെ അടുത്ത് വന്ന് നിക്കാൻ. ഊത് ഊതാൻ. അകത്തോട്ടല്ല പുറത്തോട്ട് ഊതടാ. എടാ മുഖത്തോട്ട് ഊതാൻ. മുഖത്തോട്ട് ഊതടാ. ആഹാ, അത്രയ്ക്കായോ? നീ കള്ളച്ചോറ് ഒന്ന് ചോടാ ഇവിടെ. നീ വാടാ. രണ്ടിനും ഞാനിത് നോക്കി. എടാ മടിയ നീ എന്റെ മുറ്റത്തിരുന്ന് കള്ളു കുടിക്കോടാ. നിന്നെ ഞാൻ വെറുതെ കൊടുക്കില്ല. ആഹാ, അയ്യോ തീർന്നോ? വെള്ളം ചേർത്താണെന്ന് അറിയരുതേ ഭഗവാനെ. അമ്മൂമ്മേ വന്നു. ഞാൻ വിചാരിച്ചു മരുന്നൊന്നും കഴിക്കാതെ ഇവിടെ കിടന്ന് ചത്തോട്ടെന്ന് നീ കരുതി കാണുമോന്ന്. ഓ എന്റെ അമ്മൂമ്മ കാശ് കയ്യില്ലാത്ത നേരെ ചാകണ കാര്യം മാത്രം പറയാതെ. അതെന്താടാ, ഞങ്ങള് ചത്ത ശവദാഹം നടത്താനുള്ള കാശ് പോലും ഇല്ലേ നിന്റെ കയ്യില്? ഉണ്ട്, നിലവറയ്ക്കകത്ത് പൂഴ്ത്തി വെച്ചിരിക്കല്ലേ. എന്റെ മക്കളെ അതിന്ന് കുറച്ചെടുത്ത് ചെലവാക്കണം. കാലത്ത് തന്നെ എന്റെ കൺട്രോൾ കളയരുത്. ഇതോട് കഴിച്ചേ പിടിക്കും. എത്ര വലിയ തറവാട്ടി ജനിച്ചവളാ ഞാൻ. ചന്ദനമുട്ടി വെച്ച് ദഹിപ്പിക്കേണ്ട ദേഹമായി ഇത്. എന്നിട്ടിപ്പൊ പറയണത് കേട്ടില്ലേ? അമ്മൂമ്മേ കാലത്തെ ഇരുന്ന് ഫ്ലാഷ് ബാക്ക് പറയാതെ അത് അകത്താക്കാൻ നോക്ക്. എനിക്ക് ആണുങ്ങളുടെ വാടി പോകാനുള്ളതാ. പ്രേമേന്ദ്ര, എന്റെ ഗുളിക തീർന്നോ മക്കളെ? ഉണ്ടെങ്കിൽ 2 എണ്ണം കുടിഞ്ഞതാ. ഇത് പഞ്ചാരമിട്ടാ എല്ലാം വലിച്ചു വരി തിന്നാൻ ഹോമിയോ മരുന്നാ. അച്ഛാ
അച്ഛാ ഇങ്ങനെ കിടന്ന് ഉറങ്ങരുന്ന് വൈദ്യര് പറഞ്ഞിട്ടില്ലേ? പിന്നെ എങ്ങനെ കിടന്നുറങ്ങണമെന്ന് അയാൾ പറഞ്ഞത്? ഇത്രയും നേരം ഉറങ്ങിയതല്ലേ, ഇനി അല്പം റെസ്റ്റ് എടുത്തിട്ട് കിടന്നുറങ്ങാം. ഇതെനിക്ക് സാധാരണ തരുന്ന മരുന്നല്ലല്ലോടാ. അല്ല, ഇത് വയറിളക്കം നിക്കാനാ. എന്റെ അമ്മേ, ആരാടാ എനിക്ക് വയറിളക്കമെന്ന് പറഞ്ഞത്? ഇളക്കം പോട്ട് ഒരു അനക്കം പോലും ഇല്ലാണ്ടിരിക്കുക. പിന്നെ ആർക്കാ ഇളകിയത്? പ്രേമചന്ദ്ര, അയ്യോ ഇളകിയത് എനിക്കാടാ. ഈ ഇളക്കവും വെച്ചോണ്ട് എന്തിനങ്ങനെ കറങ്ങി നടക്കുന്നത്? അപ്പൂപ്പിന് ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ? അടങ്ങി ഒതുങ്ങി തന്നെയാടാ ഇത്രയും നേരം ഞാൻ കക്കൂസനകത്ത് തരുന്നത്. ആ മരുന്ന് നിങ്ങടാ. ഉണ്ടായിരുന്ന അച്ഛൻ കുടിച്ചു, ഞാൻ പോയി വേറെ മേടിച്ചോണ്ടിരാം. കൊണ്ടോറടങ്ങാൻ വേഗം വരണം. എന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ ഞാൻ കക്കൂസിലെങ്ങാനും വീണ് കിടക്കണ്ടാവും. വേഗം എന്തേലും തന്നേ, ഞാൻ വൈദ്യശാല വരെ ഒന്ന് പോവാ. ഇപ്പൊ തരാം മോനെ, കഞ്ഞി ഇപ്പൊ ആവും. കഞ്ഞിയോ? പലഹാരം ഒന്നും ഉണ്ടാക്കില്ലേ? പ്രേമേട്ടൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. അമ്മ ഇപ്പൊ തുടങ്ങും പണ്ട് ആനയും കുതിരയൊക്കെ ഉണ്ടായിരുന്ന കഥ പറഞ്ഞ കരയാൻ. അതൊക്കെ അങ്ങോട്ട് മറക്കാൻ പറ്റുമോ? എങ്ങനെ കഴിയേണ്ട കുട്ടികളാ നിങ്ങള്. ഇപ്പൊ കണ്ടില്ലേ, ഒരു നേരം പോലും വായ്ക്ക് രുചിയുള്ള ആഹാരം കഴിക്കാതെ. അയ്യേ, അപ്പോഴേക്കും കരഞ്ഞോ? ഞാനൊരു ഉഗ്രൻ തമാശ പറഞ്ഞല്ലേ. പലകാരെന്ന് കേൾക്കുമ്പോ അമ്മ പൊട്ടിച്ചിരിക്കുന്നല്ലേ ഞാൻ കരുതിയത്. ഇങ്ങോട്ട് നോക്കിയേ, ഇതൊക്കെ മാറും അമ്മേ. എനിക്കൊരു ഉഗ്രൻ ജോലി കിട്ടട്ടെ, പിന്നെ അമ്മ നോക്കിക്കോ. നമുക്ക് താമസിക്കാൻ വലിയൊരു ബംഗ്ലാവ്, അമ്മയ്ക്ക് അമ്പലത്തിൽ പോവാൻ കാറ്, കഴിക്കാനാണെങ്കിൽ 3 നേരം പലഹാരവും. അതൊന്നും വേണ്ട. മരിക്കണേന് മുന്നേ ഒരു ദിവസമെങ്കിലും നമ്മുടെ തറവാട്ടിലൊന്ന് കഴിയാൻ പറ്റിയാ മതിയായിരുന്നു. ഓ, മുത്തശ്ശാ, എന്ത് പറ്റി മുത്തശ്ശാ? മുത്തശ്ശ, എന്താ എന്തു പറ്റി? വലിക്കാൻ പറ്റുന്നില്ല. ഈ പണ്ടാറപ്പ് വലിച്ചില്ലെങ്കിൽ എന്താ? അതല്ല, ശ്വാസം വലിക്കാൻ പറ്റുന്നില്ല. നീ പോയിന്ന് വൈദ്യരെ വിളിച്ചോണ്ട് വാ. നല്ലോണം തൊഴുതില്ലേ അമ്മമ്മേ? നന്നായിട്ടൊക്കെ പ്രാർത്ഥിച്ചോ? നിനക്ക് നല്ലത് വരണേന്ന് പ്രാർത്ഥിച്ചു. വീട്ടിലൊരു നല്ല പെൺകുട്ടി വന്ന് കയറണേന്നും പ്രാർത്ഥിച്ചു. പത്തായപ്പരയിലെ ശ്രീദേവി അല്ലേ? അതെ, ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ പാലക്കാവ് അങ്ങാടിയില് കച്ചവടം നടത്തുന്ന നാരായണൻകുട്ടി. ആ ഞാൻ അവിടെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന് വന്നിരുന്നു. ഇമവെട്ട മത്സരത്തിന് 1ാം സമ്മാനം കിട്ടിയ ആളല്ലേ? ആ, അത് തന്നെ. ഇതമ്മ, അമ്മൂമ്മ, ഇത് മുത്തശ്ശി. ഇതാരെ? കുട്ടിയുടെ അമ്മമ്മേ? അമ്മ 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 പത്തായപ്പുറക്കാരെന്ന് കേട്ടിട്ടേ ഉള്ളൂ. കളക്ടർ ഗോപിനാഥ മേനോന്റെ നേരെ ഇളയ സഹോദരി. എത്ര ദിവസം ഉണ്ടാവൂടെ? ഇന്ന് തന്നെ പോവോ? ഇല്ല, നാളെ പോളുന്ന്. പറഞ്ഞ പോലെ എവിടെയാ താമസിക്കണേ? ഗുരുവായൂരപ്പൻ ലോഡ്ജില്. ഞങ്ങളും അവിടെ തന്നെയാ താമസിക്കുന്നത്. എന്ന് തൊഴുതിട്ട് വന്നോളൂ, നമുക്ക് മുറിയിലിരുന്ന് സംസാരിക്കാം. അമ്മ വന്നേ. പണ്ടത്തെ കാലത്ത് പത്തായപ്പുരക്കാരുടെ പ്രതാപം എന്തായിരുന്നു? ആ അമ്മയെ മോളെ അടുത്ത് കാണാൻ കിട്ടി തന്നെ വലിയ മഹാഭാഗ്യാണേ. ഇപ്പോഴും പ്രതാപത്തിന് അവർക്ക് യാതൊരു കുറവുമില്ല. ആ കസവും മുണ്ടും ഉടുത്ത് മൂപ്പിലമ്മയെ കണ്ടപ്പോ മഹാലക്ഷ്മിയെ ആ കണ്ടതുപോലെ. പെൺകുട്ടിയെ കാണാൻ എന്താ ഒരു ചന്തം. നിനക്ക് എങ്ങനെ പരിചയട്ടോ നാരായണൻകുട്ടി ഇവരെയൊക്കെ? ആർക്കറിയാം, പീടിയുടെ അതിലേക്ക് നടന്നു പോകുന്ന കണ്ടിട്ടുണ്ട്. ആ കുട്ടിയുടെ ഒരു ഒതുക്കും അച്ചടക്കവും കണ്ടില്ലേ? ആവശ്യമില്ലാത്ത വല്ല വർത്തമാനവും പറഞ്ഞു ആ കുട്ടി. അതെ, തറവാട്ടുകാരെ കണ്ടാ വേറെ അറിയാം. നമുക്കിതങ്ങോട്ട് ആലോചിച്ചാലോ അമ്മേ? ഉയരം ഒരു ലേശം കുറവാണോ? ഒന്ന് നിർത്തണ്ടോ? ആരെ കണ്ടാലും ഒരു ആലോചന. ഉച്ചപൂജയ്ക്ക് നടയടക്കാറായി. പായസത്തിന്റെ ചീട്ടോടെ പായസിച്ചിട്ട് അമ്മയുടെ ഇല്ല. ആ ദാ മോനെ കുറച്ച് കിളികാലം വെറ്റിലോ ഇവിടെ വാങ്ങിച്ചോ. ഓ, നമുക്കതങ്ങോട്ട് ആലോചിക്കാമേ.
ഇതെവിടാണെന്ന് വെച്ചാ എടുത്തു വെച്ചു. ശ്വാസം നേരെ വീണത് ഇപ്പോഴാ. എനിക്കിതൊന്നും ചുറ്റി ശീലമില്ല. ശ്രീദേവി, എനിക്ക് ആകപ്പാടെ പേടിയാവുന്നു. പേടിച്ചിട്ടെന്താ കാര്യം? കാര്യം സാധിക്കണമെങ്കിൽ ഇങ്ങനെ പല വേഷങ്ങളും കെട്ടേണ്ടി വരും. അത് നിങ്ങൾക്ക്. എനിക്കിപ്പോ ഇതിലെന്ത് കാര്യം? കാര്യം എന്താണെന്ന് വെച്ചാല് ഇത് നടക്കണം. പാറുമ്മ എന്തായി പറയുന്നത്? എത്ര കാലം എന്ന് വെച്ചാ എന്തായാലും ഒരു ദിവസം അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മ അറിയും. പിന്നെന്താ, സ്നേഹിച്ച കുട്ടിയെ തന്നെ സ്വന്താക്കാന്ന് പറയുന്നത് ഒരു സുഖമുള്ള ഏർപ്പാട് തന്നെയാ. പാറുമ്മ, ഞങ്ങൾ ഒന്ന് പുറത്തിറങ്ങിട്ട് വരെ. പാറുമ്മ കുറച്ചേരം ഇവിടെ ഒറ്റയ്ക്കിരിക്കേണ്ടി വരും. നിങ്ങൾ എവിടെ പോയാലും എനിക്കെന്താ? ഈ സ്ഥാനത്ത് എന്റെ മോനെ പറ്റുമായിരുന്നെങ്കിൽ. ഒന്ന് ക്ഷമിച്ചു കളാ പാറുമ്മേ. പത്തായപ്പരയിലെ കളക്ടറെ ഉടപ്പിറന്നോളൂ പാറുമ്മേ. അമ്മയ്ക്ക് അമ്മൂമ്മയ്ക്കൊക്കെ ഭേഷ പിടിച്ചിരിക്കണ്. കൊച്ചുമോളുടെ സൗന്ദര്യത്തെ കുറിച്ച് എപ്പോടെ സംസാരം. എടാ ചെറുക്കാ, കളക്ടറോ ഐജിയോ ഓടപ്പിറന്നോളോ എന്ത് മാങ്ങാത്തോലിയോ ആയിക്കോട്ടെ, എന്റെ കഞ്ഞിപ്പാറ്റയിടല്ലേ. ഇതെന്ത് വർത്താനാണ് പാറുമ്മേ? പാറുമ്മയ്ക്ക് ദോഷം വരുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുവോ? ഞങ്ങള് തമ്മിലുള്ള കല്യാണം കഴിഞ്ഞാ നാരായണൻകുട്ടിക്ക് തള്ളാര് 4 പാറുമ്മയും കുട്ടി. അതൊക്കെ പോട്ടെ. ഇത്രയും വലിയ മിടുക്കൊക്കെ കാണിച്ചല്ലോ. തള്ളമാര് ഈ ബന്ധത്തിന് സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിച്ചില്ലെങ്കി ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങ് ഒളിച്ചോടും. വാ, ഇപ്പൊ വരാം. കരിവളെ ഓടിച്ചോടുന്നു. ഇവിടെ നിപ്പുണ്ടായിരുന്നു. കുട്ടികളെവിടെ പോയി? മോളെന്തോ വഴിപാട് നടത്തിയെന്നോ അതിന്റെ പ്രസാദം വാങ്ങണമെന്നോ. ആരുടെ മോള്? എന്റെ മോള്. പത്തായപുരയിലെ എന്താ പേര് പറഞ്ഞേ? പേരോ? പേരൊന്നും അവൻ പറഞ്ഞില്ലേ? കളക്ടർ ഗോപിനാഥൻ നായരുടെ ഉടപ്പിറന്നോളെന്നല്ലേ പറഞ്ഞത്? ആ അതെ, അങ്ങനല്ലേ നാരായണൻകുട്ടി പറഞ്ഞത്. ഞങ്ങൾ അത്ര വലിയ തറവാട്ടുകാരല്ലായിരിക്കും. നല്ല തറവാട്ടുകാരെ കണ്ടാലേ ഞങ്ങൾക്കറിയാം. ദേ, സത്യം സത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. നിങ്ങൾ ആരാ? ഞാൻ ആരാന്നോ? നിങ്ങളുടെ മകനോട് ചെന്ന് ചോദിക്ക്. അവൻ പറഞ്ഞോണ്ടാ ഞാൻ ഈ വേഷം കെട്ടിയത്. കുട്ടിയൊക്കെ സഹായം ആയിക്കോട്ടെന്ന് കരുതി. നിങ്ങൾ ഈ കളക്ടർ ഗോപിനാഥൻ നായരുടെ ആരാണെന്ന് ചോദിച്ചേ? കളക്ടർ ഗോപിനാഥൻ നായരുടെ തേങ്ങ. എനിക്ക് ആ ശ്രീദേവി ടീച്ചറിന്റെ ബാലവാടിയിൽ ഉപ്പാവ് ഉണ്ടാക്കലാ ജോലി. എന്റെ കൃഷ്ണ ഗുരുവായൂർ. നാരായണ, നമ്മൾ രണ്ടുപേരും കൂടി ഇപ്പൊ അങ്ങോട്ട് ഒരുമിച്ച് കയറി ചെന്ന ആകെ സംശയവും. ശ്രീദേവി പ്രസാദായിട്ട് ആദ്യം പൊക്കോ. കുറച്ച് കഴിഞ്ഞ് ഒന്നും അറിയാത്ത പോലെ ഞാൻ അങ്ങെത്തിക്കോളാം. എനിക്ക് വയ്യ ഇങ്ങനെ കള്ളത്തരം കാണിക്കാൻ. മേലെടുത്ത തറവാട്ടിൽ ആകെ കൂടിയുള്ള ഒരു ആന്തരിയ അമ്മമാരെ അത്ര പെട്ടെന്നൊന്നും വിട്ടുതരില്ല. ചെല്. മുത്തശ്ശി, പ്രസാദം. എന്താടി നിന്റെ ശരിക്കുള്ള പേര്? ശ്രീദേവിന്ന്. ഓ, അതിൽ വലിയ മാറ്റമൊന്നുമില്ല. നീലടി ഞങ്ങളുടെ മോന് മാക്സിയിൽ കൂടോത്രം ചെയ്ത് കൊടുത്തത്. കളക്ടർ ഗോപിനാഥൻ നായരുടെ കൊച്ചുമോളാത്രേ. കൊറേ നേരെ ഞങ്ങളായിട്ട് വട്ടം കറക്കണോ? പറയടി നേരെ. ഇനിയൊന്നും പറയണ്ട അവളോട്. മതി പറഞ്ഞത്. മോളിങ്ങു വാ. വാ, മുത്തശ്ശിയല്ലേ വിളിക്കുന്ന. വാ, ഇരിക്ക്. സാരില്ല, ഓട്ട. എന്തൊരു തിരക്ക് എന്റെ അമ്മൂ, എന്തൊരു തിരക്ക്. ഏകാദശിയുടെ തിരക്കാ സാധാരണ ദിവസങ്ങളില്. പാൽപ്പായസിന്റെ ക്യൂ ഉണ്ടാ തന്നെ പേടിയാവും. കിഴക്കേ നിരക്കേ കല്യാണം 60, ചോറൂണ് വേറെയും. ഇത്ര നാളും ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അതും തുടങ്ങി. എന്ത് നോണ പറച്ചില്ലേ? നീ അപ്പൊ ഞങ്ങളെ വിട്ടേ ചോടിച്ചോടി പോവും അല്ലേടാ? ഈ 1.5 കാലം വെച്ചോണ്ട് എവിടെ വരെ പോകുന്ന എനിക്കൊന്ന് അറിയണം. എന്തായിരുന്നു നമ്മളെ ഗുരുവായൂർക്ക് കൊണ്ടുവരേണ്ട ഒരു തിരക്ക്? ഇത് നിനക്ക് നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? നടക്കൂലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ. നീ നുണ പറഞ്ഞാലേ ഈ കുട്ടി നുണ പറയില്ല. എവിടെയാ ഉപ്പുമാവതല്ല? ഞാനിവിടെ ഉണ്ടേ. അത് ശരി. കൃഷ്ണ, ഞങ്ങളോട് ഇത് വേണമായിരുന്നോ? എന്തോ ആടാ? എന്തോ ആണ്? അടികൊള്ളും എനിക്ക് പറഞ്ഞേക്കാം. ഉപ്പുമാവേ, ഞങ്ങളോട് വേണമായിരുന്നു.
കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഊരു ചുറ്റും ഭജനയായിട്ട് നടന്ന അതിനെന്താ പേര് പറയാ? ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, പറയൂ. ഞാനും ശ്രീദേവി കുട്ടിയും കൂടെ ഗുരുവായൂർ തൊഴാൻ പോയെന്ന് പറഞ്ഞത് നേരാ. അതിൽ കൂടുതലൊന്നും മലയാളി ഉണ്ടാക്കി പറയണ്ട. അമ്മാമ്മേ, അമ്മാമ്മോട് ഞാൻ ചോദിച്ചില്ല. ആ, ശ്രീദേവി കുട്ടിക്ക് എന്താ പറയാനുള്ളേ? ഞാൻ പോയി എന്നത് സത്യമാണ്. ആ, അവൻ അവിടെ വെച്ച് കണ്ടോ? കണ്ടു. കണ്ട അപ്പൊ സംഗതിയുടെ ഗുട്ടൻസ് അവിടം വരെ എത്തി അല്ലേ? വിഷയം ഞാൻ കമ്മിറ്റിയിൽ വെച്ച് അച്ചടക്ക നടപടി എടുക്കും. സ്കൂളിന് ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ എന്നെ പിരിച്ചുവിടുകയാണെങ്കിൽ വിട്ടോളൂ, ഞാൻ പോയേക്കാം. എന്തിനാ കുട്ടി ഇങ്ങനെ നശിക്കണേ? ദേ ഹേമയെ നോക്ക്, എന്ത് നല്ല പെരുമാറ്റം. ഇതുപോലെ എന്തെങ്കിലും ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടുണ്ടോ? ഹേമയെ കുട്ടി ഒന്ന് ഉപദേശിക്ക്. ഞാൻ പറയാറുണ്ട്, എനിക്ക് ആരുടെ ഉപദേശം വേണ്ട. നാണോ മാനോ ഇല്ലാത്തവരുടെ എന്താ പറയാ? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. നാണവും മാനവും ഇല്ലാത്തവരോട് എന്താ പറയാ? അവിടെ നിന്നേ, ജോലി കളഞ്ഞിട്ട് വീട്ടിൽ ചെല്ലാന്ന് വല്ല ബെറ്റ് വെച്ചിട്ടാണോ അങ്ങോട്ട് വന്നിരിക്കണേ? എന്നാ ബിസ്ക്കറ്റ് ഒക്കെ എടുത്ത് കൊടുക്കേ ചെല്ല്. നീ എന്താണ് സർക്കസ് കളിക്കണം? വലതുകാലി വെച്ച് കയറാൻ നോക്കിയതാ. വണ്ടി കയറാ. ഓ, പണ്ടാരം സമരക്കാര. എന്താടാ പ്രേമേന്ദ്ര വരച്ചു വെച്ചേക്കണത്? ഒന്ന് ഉറക്ക വായിച്ചേ. അനിയൻ എന്താടാ ചെവിയെ കൂലെ നിനക്ക്? വായിക്കടാ. വായിക്കണാടാ പറഞ്ഞേ. മുതലാളിമാർക്കെതിരെ നീയൊക്കെ ബോർഡ് എഴുതും. എന്റെ പൊന്നു ചേട്ടന്മാരെ, ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ പോലെ തൊഴിലാളിയാണ്. ഇന്ന് കാലത്ത് ചാർജ് എടുത്തോളൂ. ഇതെല്ലാം വെറും പടമാണ്, ഒന്നും തോന്നരുത്. എന്റെ വക ഒരു ചെറിയ സംഭവം. തിന്ന ചോറിന് നന്ദി പറടാ. അവരുടെ ഉപ്പും ചോറും തിന്നിട്ട് അവർക്കെതിരെ തെറി എഴുതി വെക്കുന്നു. പിരിഞ്ഞു പോണം. ചേട്ടന്മാവയ്ക്ക് അനിയമ്പോവയ്ക്കെതിരെ ആരെങ്കിലും ഈ നാട്ടിലെ ശബ്ദിച്ചിട്ടുണ്ടോ? പിരിഞ്ഞു പോണ പോലെ. എവൻ ആള് കൊള്ളാവല്ലടാ. അതിപ്പോ പുറത്ത് കാണിക്കണ്ട. കാണിച്ച അവൻ തലേ കയറിയിരുന്ന് തൂറും. ഈശ്വരപിള്ളേ, എന്തോ അവന് പറഞ്ഞതിൽ 100 രൂപ കൂടുതൽ ശമ്പളം കൊടുത്തേരെ. ഓ, അയ്യോ ചേട്ടാ, അവിടെ എത്താൻ സമയമായി. വണ്ടി എടുക്കടാ. ഓ, ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കായിരുന്നു. ഈ പന്തല് പണിക്കാരുടെ തട്ടും മുട്ടും കാരണം കിടക്കാൻ ഒരു ഇടയില്ലാണ്ടായി. ഏയ്, എന്താ ഉണ്ണിയെ, നിന്റെ അമ്മ ഇവിടെ കൊതുകിനെ വളർത്തുണ്ടോ? ഉറങ്ങാറായോ ഉണ്ണിക്ക്? ഞാൻ കിടക്കാനുള്ള ഉറങ്ങാറാവുമ്പോ പറഞ്ഞോളൂട്ടോ. എന്തോ ഞാൻ പറയണെന്ന് ആലോചിച്ചല്ലോ. ആ, നീ വന്ന വിവരം ഞാൻ എങ്ങനെ അറിഞ്ഞു എന്ന്? അതൊരു വലിയ കഥയാ. നീ നമ്മുടെ കിഴക്കേടത്തെ കാർത്തേനിയമ്മയുടെ മകൻ ഗോപാലനറിയോ? മനസ്സിലായി, കാലിന് കുറച്ച് സുഖമില്ലാത്ത. അത് ഭാസ്കരൻ. അവന്റെ കഥ ഞാൻ വേറെ പറയാം. അവൻ ഒരു വേൽത്തിപ്പെണ്ണായിട്ട് ചില കാര്യങ്ങളും അതും മറ്റതും മറിച്ചതും ഒക്കെ, അതൊക്കെ ഞാൻ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം പറയാം. ഇത് ഭാസ്കരന്റെ അനിയൻ ഗോപാലൻ. ഓ, ഞാൻ അറിയും. നീ അറിയൂ അവനെ? അവനൊരു കളിപ്പേരുണ്ടല്ലോ. നല്ല ഉറക്കം തൂങ്ങിട്ട് പോയി. ഉറക്കം തൂങ്ങി, അത് അവന്റെ അനിയൻ. ഇത് ഗോലി. അവൻ ഇങ്ങനെ ഉരുണ്ടാണല്ലോ നടക്കണേ. ഈ ഗോപാലൻ അവന്റെ അളിയനെ ദുബായിക്ക് പ്ലെയിൻ കയറ്റാൻ തിരുവനന്തപുരത്ത് പോയി. തിരിച്ചു വന്ന് ബസ് ഇറങ്ങിയപ്പോഴാ അവൻ എന്നെ കണ്ടതും അവൻ എന്റെ നേരെ ഇങ്ങനെ ഒരു വരവാ. ഈ ഗോലി എന്തിനാ എന്റെ മെക്കിട്ടേക്ക് ഇങ്ങനെ ഉരുണ്ടു വരണേന്ന് ഞാനും വിചാരിച്ചു. ഞാനും അവനും തമ്മിൽ ഏതാണ്ട് ഇങ്ങനെ എത്ര അടി ഉണ്ടാവും? 2 അടി കാണും. അല്ല, 3 അടിയുണ്ട്. സ്വിച്ചിട്ട പോലെ അവിടെ നിന്ന്. ഇവന്റെ നിൽപ്പ് കണ്ടപ്പോ ഞാനൊന്ന് അന്താളിച്ചു. എന്താ ഗോപാല ഉണ്ടായേന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവൻ പറയാ, തിരുവനന്തപുരത്ത് വെച്ച് അവന്റെ അളിയനെ ദുബായിക്ക് വണ്ടി കയറ്റാൻ ചെന്നപ്പോ എയർപോർട്ടിൽ വെച്ച് ഉണ്ണി വന്നു എന്ന് അറിഞ്ഞുത്രേ. അങ്ങനെയാ നീ വന്നു എന്ന് ഞാൻ അറിഞ്ഞത്. എനിക്കൊരു പ്ലാനൊക്കെ ഉണ്ട്. മൂത്ത മകൻ ചന്ദ്രശേഖരനെ 1 മാസം തടിയുടെ പോലെ ഇരുത്തിയിട്ട് അമേരിക്ക, കാനഡ ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കണം.
അടുത്ത് കിടന്നിടൂ. അമ്മാവാ അമ്മാവാ ഷീറ്റോടെ വലിച്ചെടുത്ത് കാട്ടിലേക്ക് കളയും ഞാൻ. ഈ വീട്ടിലൊരു സ്വസ്ഥതയില്ല. അവിടെ കിടന്നു. ചെറിയ ഇങ്ങനെ ഓരോന്ന് പറയും, അതൊന്നും കാര്യമാക്കണ്ട. ഇയാള് കഴിച്ചോ? വേണ്ട, മതി. അത് പറഞ്ഞാ പറ്റില്ല. ഇരുന്ന് കഴിച്ചേ. നീ പൊയ്ക്കോ, ഞാൻ വിളമ്പി കൊടുക്കാം. കഴിക്ക്. അമ്മോ, നിന്നെ വല്യമ്മാവൻ വിളിക്കുന്നു. ചെല്ല്. നേരത്തെ വേണം എണീക്കാൻ കേട്ടോ. മുതലാളിമാര് വിളമ്പി തന്നാലേ നീ കഴിക്കത്തുള്ളൂ അല്ലേ? അതെ, അങ്ങനെ ശീലായി പോയി. ശീലം മാറ്റണ്ട. ഞാനും ഒരു ചെറിയ മുതലാളിയാ. ഞാൻ വിളമ്പി തരാം. തിന്നെ. ഇതൊക്കെ കണ്ടിട്ട് നീ കൊറേ കാലം ആയിക്കോണല്ലോ. അടിച്ചു കേട്ടെ. തൈര്, മീൻകറി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴച്ചങ്ങടി അടിക്കടാ. നീ തന്നെ ഇരുന്ന് തിന്നട പാട്ടി. അയ്യേ, കണ്ടവൻ രച്ചിന് വരുത്തിരുന്നോടാ. നിനക്ക് വിശക്കുന്നെങ്കിലേ അടുക്കള വന്ന് ചോദിച്ച് വാങ്ങിച്ച് തിന്നൂടാടാ. എരപ്പേ, ആഹാരത്തിന് ഇത്രയും ആർത്തിയോ? പോയി വിളിച്ചോണ്ട് പോടാ. ആരെ? നിന്റെ വീട് വന്നിരിക്കുന്നു പറ. ആരാടാ അവിടെ? കൊട്ടാരം വീടണെന്നാ പറഞ്ഞത്. ആര്? ഈ കൊടക്കമ്പിയ? മുതലാളി, അല്ല ഇതാര് കൊട്ടാരം വീടരാ? എടാ നമ്മുടെ തമ്പ്രാൻ വന്നിരിക്കണ്. തലയെക്കെട്ടഴിച്ച് അരയെക്കെട്ടാ. യോ എന്റെ ദൈവേ, തമ്പ്രാൻ അകത്തോട്ട് കേറിയിരിക്ക്. കണ്ട ആപ്പയുടെ ഊപ്പയുടെ ഒക്കെ വീട്ടിൽ കയറിയിരിക്കാൻ വന്നവനല്ല ഞാൻ. പിന്നെ എന്തിനാണാവോ ഇങ്ങോട്ട് എഴുന്നള്ളിയതിന്റെ ഉദ്ദേശം? നാട്ടിലെ പ്രമാണിയായി പോയില്ലേ, ചട്ടമ്പിമാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. എന്താണ് തല്ലാൻ വല്ല ഉദ്ദേശം ഉണ്ടാ? ഉണ്ടിയേട്ടാ, അതിനല്ലേ കൂടിയൊരു വടി. മുതലാളി, ഇവരോട് സംസാരിച്ചു നിൽക്കാൻ മുതലാളിക്ക് ലഗ്നയില്ലേ? വന്ന കാര്യം പറഞ്ഞേച്ചും പോവാൻ നോക്കാം. എടാ, എന്റെ തറവാടാ കൊട്ടാരം വീട്. അത് നിങ്ങൾ ലേലത്തിൽ പിടിക്കുമെന്ന് പല സ്ഥലത്തും വാതുവെച്ചെന്ന് കേട്ടു. എന്നാൽ അത് നേരിട്ട് തന്നെ അറിയാമെന്ന് കരുതി വന്നതാ. എന്നാ നേരിട്ട് തന്നെ പറയാം. താൻ കേട്ടത് നേരാ. കൊട്ടാരം വീട് ഞങ്ങൾ തന്നെ ലേലത്തിൽ ഒലത്തും കൊട്ടാരം വീടിന്റെ മുറ്റത്ത് കാല് കുത്താനുള്ള യോഗ്യത നിങ്ങൾക്കൊണ്ടോടാ എംപോക്കികളെ. നിന്നൊക്കെ യോഗ്യത കൊണ്ടാ. എടാ, നിന്റെ യോഗ്യത കൊണ്ടാണല്ലോ സ്വന്തം തറവാട് കരക്കാരൻ ലേലം വിളിക്കണത്. പ്രമാണിമാരാകുമ്പോ പല കേസും ലേലവും ഒക്കെ നടന്നിരിക്കും. പക്ഷെ അതിനിടയിൽ കയറി കളിക്കാൻ വന്നാൽ അത് നിന്റെയൊക്കെ അവസ്ഥാനത്ത് കളിയായിരിക്കും. കളിക്കണത് നീയല്ലടാ. അനിയമ്പാവേനെയും ചേട്ടമ്പാവേനെയും പഴയ പോലെ തൂമ്പായി എടുപ്പിക്കുമെന്ന് ചെണ്ടയും കൊട്ടി നടക്കണത് നീയല്ലേ? ഞങ്ങളെ പൂട്ടിക്കാരല്ലേ ഞങ്ങളുടെ പണിസ്ഥലത്ത് മുഴുവൻ നീ സമരം ഉണ്ടാക്കിക്കണത്. അതിന്റെ എല്ലാത്തിന്റെയും മറുപടിയാണെന്ന് കൂട്ടിക്കോടാ. എടാ, നിന്റെ തറവാട്ടി ഞങ്ങ കയറി കിടക്കുവാടാ. എന്നാൽ ഇവിടെ ഒരു ചോരപ്പുഴ ഒഴുകും. അതെന്നായാലും ഒഴുകണം. എന്നാ പിന്നെ അത് കൊട്ടാരം വീടിന്റെ മുറ്റത്ത് തന്നെ ആയിക്കോട്ടടാ. അത് നമുക്ക് കാണാറാ. നോക്കി നിൽക്കാതെ പോയി വണ്ടിക്കാറാ. നമ്മളോടാ കളി.